നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന സബ്ജക്റ്റിലെ പാർട്ട് ബി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഞാൻ ഈ PDF ഫയലിൽ ഏതാനും ക്വസ്റ്റ്യൻസും പാർട്ട് ബിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും നൽകിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ രീതിയിൽ ആൻസർ വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട്. ഞാൻ ആദ്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞുതരാം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ബിയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. കഴിഞ്ഞ 3-6 വർഷത്തെ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള എക്സാമിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ അത് ഉപകാരപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് ഇത് നിങ്ങൾക്ക് എസ് എ ഭാഗത്തും ചോദിക്കാം ഇതിൽ നിന്നുള്ള. അപ്പം ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇതേ രീതിയിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്നത് ഇതേ രീതിയിൽ അല്ലെങ്കിൽ പോലും ഇതിൻ്റെ ആൻസർ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൻസർ നിങ്ങൾക്ക് ഏത് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ എന്താണ് ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾ ഗവേണിംഗ് ഓഡിറ്റർ വെനെവർ ദേ ക്യാരി ഔട്ട് ആൻ ഓഡിറ്റ്? അതായത് ഒരു ഓഡിറ്റർ ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ദെൻ എക്സ്പ്ലെയിൻ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സ് ഓഡിറ്റ്. ടാക്സ് ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ ദി പേഴ്സണൽ ക്വാളിറ്റീസ് റിക്വയർഡ് ഫോർ പ്രൊഫഷണൽ ഓഡിറ്റർ. ഒരു പ്രൊഫഷണൽ ഓഡിറ്റർക്ക് ഉണ്ടാവേണ്ട പേഴ്സണൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ദെൻ വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ആൻ ഓഡിറ്റർ ഇൻ EDP എൻവയോൺമെന്റ്? ഒരു EDP എൻവയോൺമെന്റിൽ ഒരു ഓഡിറ്റർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പ്രോബ്ലംസ് എന്തൊക്കെയാണ്? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ റെമ്യൂണറേഷൻ ഓഫ് ഓഡിറ്റർ. ഓഡിറ്റർ റെമ്യൂണറേഷനുമായി ബന്ധപ്പെട്ട കുറെ പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. അതിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് ചെയ്താണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് വൗച്ചർ? ഒരു വാലിഡ് വൗച്ചർ ആണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവണം? ദെൻ വാട്ട് ആർ ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഫോർ വെരിഫൈങ് അസറ്റ്? ഒരു അസറ്റ് വെരിഫൈ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം, എന്തെല്ലാം പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യണം? ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസ് തിയറീസ് ഉണ്ട്, അതിനെക്കുറിച്ച് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എക്സാമിൻ ദി അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റിന്റെ അതായത് അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജസും എന്തൊക്കെയാണ് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ദെൻ എലൂസിഡേറ്റ് ദ റീസൺ ഫോർ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസത്തിനുള്ള കാരണം എന്താണ്? അതാണ് അതും പഠിച്ചു. ഷെയർ ഹോൾഡർ ആക്ടിവിസം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള പാർട്ട് എയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്തത്, വാട്ട് ആർ കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലേഴ്സ്? എക്സാമിൻ ദി കിങ്ഫിഷർ എയർലൈൻ കേസ്. കിങ്ഫിഷർ എയർലൈൻ കേസിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ എന്നുള്ള എന്താണ്? അത് കിങ്ഫിഷർ എയർലൈൻസിന്റെ ഒരു കേസ് വെച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. Then distinguish between auditing and investigation. Then define vouching. What are the objectives of vouching? Vouching എന്നാൽ എന്താണ്? വൗച്ചിങ്ങിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ കാഡ്ബറി റിപ്പോർട്ട് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്. ഈ കാഡ്ബറി റിപ്പോർട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അത് പഠിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ദെൻ വാട്ട് ഈസ് ഗ്രീൻ കോർപ്പറേറ്റ് ഗവേണൻസ്? എനുമറേറ്റ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ആൻഡ് ഫീച്ചേഴ്സ്. ഗ്രീൻ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്? അതിന്റെ ഒബ്ജക്റ്റീവ്സും ഫീച്ചേഴ്സും ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ലിസ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്റർ റിഗാർഡിംഗ് ദ വാല്യുവേഷൻ ഓഫ് അസറ്റ്. അസറ്റ് വാല്യുവേഷന്റെ സമയത്ത് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ അസറ്റ് വാല്യൂ ചെയ്യുന്ന സമയത്ത് പാലിക്കുന്ന പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതൊക്കെ തന്നെയാണ് അവിടെ ആൻസർ ആയിട്ട് വരിക. ദെൻ വാട്ട് ഈസ് ഇന്റേണൽ ചെക്ക്? വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം? ഇന്റേണൽ ചെക്ക് എന്താണ്? നല്ലൊരു ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിന്റെ ഉണ്ടായിരിക്കേണ്ട പ്രിൻസിപ്പിൾ എന്തെല്ലാം ഉണ്ടായിരിക്കണം? വളരെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. പലതരത്തിലുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകളുണ്ട്. ക്വാളിഫൈഡ് റിപ്പോർട്ട്, പിന്നെ എന്താണ് ക്ലീൻ റിപ്പോർട്ട്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഓഡിറ്റ് റിപ്പോർട്ടുകളുണ്ട്. ഡിസ്ക്ലൈമർ, ഒപ്പീനിയൻ ഒക്കെ പറഞ്ഞിട്ട് അതൊക്കെ നോക്കി വെക്കുക. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ഉണ്ട് അല്ലേ, അങ്ങനെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ. ടാക്സ് ഓഡിറ്റ് ഉണ്ട്, നോക്കാം. ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് ഡിസ്ക്ലൈമർ, ഒപ്പീനിയനും പിന്നെന്താണ് ക്വാളിഫൈഡും അൺക്വാളിഫൈഡ് ആണുള്ളത്, അത് നോക്കി വെക്കുന്നത് നല്ലതാണ്. വാട്ട് ഈസ് മെന്റ് ബൈ കണ്ടിന്യൂസ് ഓഡിറ്റ്? വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ്? കണ്ടിന്യൂസ് ഓഡിറ്റ് എന്നാൽ എന്താണ്, അതിന് അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കണ്ടിന്യൂസ് ഓഡിറ്റ്? വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ഓഡിറ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു. ദെൻ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ഓഡിറ്റ് ആൻഡ് കോസ്റ്റ് ഓഡിറ്റ്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കണ്ടിന്യൂസ് ഓഡിറ്റ്? കണ്ടിന്യൂസ് ഓഡിറ്റിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജസും വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് വാച്ചിങ് ഓഫ് ക്യാഷ് ബുക്ക്? ക്യാഷ് ബുക്ക് വാച്ചിങ്ങിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ കണ്ടന്റ് ഓഫ് എൻ ഓഡിറ്റ് റിപ്പോർട്ട്? ഒരു ഓഡിറ്റ് റിപ്പോർട്ടിന് എന്തെല്ലാം കണ്ടന്റുകൾ ഉണ്ടാവണം? ദെൻ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ? വാച്ചിങ് വെരിഫിക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? പിന്നെ എക്സ്പ്ലെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് സിസ്റ്റം ഓഫ് ഇന്റേണൽ ചെക്ക്. നല്ലൊരു എന്താണ് ഇന്റേണൽ ചെക്ക്
ഉണ്ടാവണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം, ഇന്റേണൽ ചെക്ക് സിസ്റ്റം നല്ലതാവണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം, then what are the objectives and need of management audit, മാനേജ്മെന്റ് ഓഡിറ്റിന്റെ ലക്ഷ്യങ്ങളും നീഡ് ആവശ്യകതയും എന്തൊക്കെയാണ്, then explain the duties and liabilities of an auditor, ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടിയും ലയബിലിറ്റീസും എന്തൊക്കെയാണ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു 3 വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തന്നെ എന്താണ് എക്സാമിനേഷന്, ഫൈനൽ എക്സാമിനേഷന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെയൊക്കെ ഏതാനും ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസറും ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ആൻസർ ഒന്നല്ല, കുറേ ഷോർട്ട് ആയിട്ടുള്ള ആൻസറുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണ് മിനിമം ഇതൊന്ന് നോക്കി വെച്ച് പോവുക. പിന്നെ ഇതേ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് ഈ ആൻസർ നിങ്ങൾക്ക് പല രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ ഓഡിറ്റിംഗ് എന്ന സബ്ജക്റ്റിന്റെ പല ഏരിയകളും മെയിൻ ഇമ്പോർട്ടൻ്റ് ഏരിയകളും കവർ ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസിനുള്ള ആൻസറുകൾ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഈ ഒരു അവസാന നിമിഷം നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏരിയാസ് ഈ ഏരിയകളിൽ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഏരിയാസ് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ ഏരിയാസും കൂടി ഒന്ന് പഠിക്കുക. കാരണം ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്തായാലും ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആവർത്തനം, നമുക്കറിയാലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ പലപ്പോഴും ആവർത്തനങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നും കുറച്ച് ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് വീണ്ടും വരാൻ സാധ്യത ഞാൻ കാണുന്നു. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എല്ലാവരും പാസ്സാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ.